വാമനപുരം നദിയിൽ മാലിന്യം കുന്നുകൂടിയത് ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. ഞങ്ങൾ നേരിട്ട് അവിടെ പോയി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയെ വെല്ലുവിളിച്ചു. എന്നിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വാഹനം പിടിച്ച് ഹരിതകർമ്മസേനയെ അവിടെ കൊണ്ടുവന്ന് മാലിന്യം നീക്കുന്ന കാഴ്ചകൾ വരെ നിങ്ങൾ കണ്ടു. ഇത് പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളുടെ തന്നെ ആവശ്യമായിരുന്നു. പ്രദേശത്ത് ശുദ്ധജലം എത്തിക്കുക. വാമനപുരം നദിയിൽ നിന്ന് 5 ത്രിതല പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുക എന്നതായിരുന്നു നാട്ടുകാരുടെ വലിയ വാശിയും ലക്ഷ്യവും. ആറ്റിങ്ങൽ നഗരസഭ ഉറക്കം നടിക്കുകയാണ്. 4 മാസം കാലമായി അവിടെയുള്ള ജനങ്ങൾ ടാപ്പ് തുറന്നാൽ വിഷവെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. ക്ലോറിൻ എത്രയിട്ട് വെളുപ്പിക്കും വെള്ളം? നമുക്കറിയാം ജലജന്യ രോഗങ്ങൾ പടരുന്നത്, ഡെങ്കിപ്പനി പടരുന്നത്, നിപ്പ പടരുന്നത്. എന്തിന്? ആരോഗ്യ കേരളം, സുരക്ഷിത കേരളം എന്ന് നമ്മളൊക്കെ ഗീർവാണം മുഴക്കുമെങ്കിലും മസ്തിഷ്ക ജ്വരവും അമീബിക് ജ്വരവുമൊക്കെ പടർന്നു പിടിക്കുന്നത് നമ്മൾ കണ്ടു. 17ഓളം ആളുകൾ മരിച്ചു കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ അനാസ്ഥ തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാര്യമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും ആ കാര്യമൊക്കെ വലിയ ഗൗരവത്തോടെ എടുത്തതുകൊണ്ടുമാണ് വിസ്മയ ന്യൂസ് സംഘം അവിടെ പോയത്. ഇതാ ദൗർഭാഗ്യം വീണ്ടും കനത്ത പ്രത്യാഘാതമായി നമ്മുടെ തലക്കിട്ട് തന്നെ അടിച്ചിരിക്കുന്നു. ഹരിതകർമ്മസേനക്കാർ അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയ ചാക്കുകെട്ടുകൾ, പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ അതേപടി ആ നദിക്കരയിൽ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്ക്. നെഞ്ചിലിട്ട് കുത്തുന്നത് പോലെയല്ലേ ഇത്? ഈ നഗരസഭ ആരോടാണ് പ്രതികരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാരും കയറ്റിവെച്ച മാലിന്യം. ആ വഞ്ചിക്കാരൻ പാവം വഞ്ചി എടുക്കില്ല എന്ന് പറഞ്ഞു, കൊണ്ടുവരില്ല. നഗരസഭ പറയാതെ വഞ്ചി അനക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടൊരു സാധാരണ പൗരൻ അവിടെ നീന്തിപ്പോയി വഞ്ചി എടുക്കാൻ പോയപ്പോൾ പിന്നെ ജനങ്ങൾ പ്രതിഷേധിക്കുമെന്ന് കണ്ടിട്ടാണ് വഞ്ചി തള്ളി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇനി ചെങ്കോടി കൊണ്ട് കുത്തുമെന്നോ, അല്ലെങ്കിൽ അയാളെ വീട്ടിൽ കിടക്കാൻ സമ്മതിക്കില്ല. കാരണം എന്താണ്? നല്ല കാര്യമല്ലേ നാട്ടിൽ നടക്കുന്നത്. എന്നിട്ടും ആളുകളൊക്കെ സഹകരിച്ച് പ്ലാസ്റ്റിക് മാലിന്യം ഒരു പരിധിവരെ കുറേ കരയ്ക്ക് കയറ്റി. എന്നിട്ട് ഹരിതകർമ്മസേനക്കാർ അത് ചാക്കിൽ കെട്ടി ഡംപിങ് യാർഡിലോട്ട് കൊണ്ടുപോയി. ഡംപിങ് യാർഡിൽ അത് എടുക്കുന്നില്ല. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ക്രൂരതയാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ ഈ നഗരസഭ ചെയ്യുന്നത്? എന്തിനാണ് ഈ വെല്ലുവിളി? നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഞാനത് ഗ്രൗണ്ട് റിപ്പോർട്ടിന് എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈ ദുർഗന്ധം ശ്വസിച്ചവർ, ഈ വിഷവെള്ളം കുടിച്ചവർ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് വരുമ്പോൾ ഈ ദുർഗന്ധം ശ്വസിച്ച ആളുകൾ നിങ്ങളുടെ ചിഹ്നം മറക്കും. നിങ്ങൾ ഇടതാകട്ടെ വലതാകട്ടെ, ഇനി താമര പാർട്ടിക്കാരനാകട്ടെ. അവിടെ കണ്ടു, താമര പാർട്ടിക്കാരുടെ സംഭവം കണ്ടു. യൂത്ത് കോൺഗ്രസ് നേതാവ് കിരൺ അന്ന് പ്രസംഗിച്ചല്ലോ, അന്ന് സംസാരിച്ചു ഞങ്ങളോട്. അദ്ദേഹം പറഞ്ഞു, വിവാഹ വാർഷികത്തിന് ഫ്ലെക്സ് വച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭാര്യയും ഭർത്താവും ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവർ പ്രതിഷേധിച്ചു പോലും. കഷ്ടം തന്നെ മച്ചാനെ, കഷ്ടം തന്നെ. കഷ്ടം. കോൺഗ്രസ് ആണെങ്കിലും അവർ ഇന്ന് കുറേ പ്ലാസ്റ്റിക് വാരി കയറ്റുകയെങ്കിലും ചെയ്തു. ഒരു ചെറുവിരലനക്കാതെ നാട്ടുകാരുടെ വോട്ട് നേടി ആസനമനക്കാതെ ഈസി ചെയറിലും AC മുറിയിലും ഇരുന്ന് ഭരണം നടത്താനാണ് ആറ്റിങ്ങൽ നഗരസഭയും സമീപത്തെ ത്രിതല പഞ്ചായത്തുകളും ശ്രമിക്കുന്നതെങ്കിൽ, വാമനപുരത്തെ ഈ വിഷവെള്ളമാണ് നിങ്ങൾ നാട്ടുകാർക്ക് ഇനിയും പമ്പു ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ പ്ലാസ്റ്റിക് കുപ്പി നാട്ടുകാർ പിറക്കി കൂട്ടി നിങ്ങൾക്ക് തന്നുവിട്ടതല്ലേ? ഹരിതകർമ്മസേനക്കാർ അവരുടെ വണ്ടിയിൽ കയറ്റി നിങ്ങളുടെ ഡംപിങ് യാർഡിൽ കൊണ്ടുവന്നതല്ലേ? എടുത്തൊന്ന് മാറ്റി വച്ചാൽ പോരെ? അതിനുള്ള അനുമതി കൊടുത്താൽ പോരെ? അവരത് കൊണ്ട് മാറ്റി വയ്ക്കുമല്ലോ. അതുപോലും ചെയ്യാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ അനുവദിച്ചു. ഈ മാലിന്യം നീക്കുന്നതിന് ഏകദേശം 2.5 ലക്ഷത്തോളം അനുവദിച്ചു. നാട്ടുകാർ പറയുന്നത് ഈ 2.5 ലക്ഷം രൂപ ഇനി വിനിയോഗിക്കണമല്ലോ. അവിടെ ഇനി എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ ഈ വിനിയോഗം നടക്കുകയുള്ളൂ. ഈ വിനിയോഗം എന്താണ്? അവനവന്റെ പോക്കറ്റിലേക്ക്, അവനവന്റെ നിക്കറുകളിലേക്ക് തള്ളി ഇറക്കണം ഈ പൈസ. അതിന് ഏതെങ്കിലും കൂലിക്കാരെ കൊണ്ട് നിർത്തണം. 1-2 ബംഗാളികളെങ്കിലും കൊണ്ട് നിർത്തി, വഞ്ചിയിലും തഞ്ചത്തിലും കൊണ്ട് നിർത്തി നീന്തി കാണിച്ചാലല്ലേ പൈസ മുക്കാൻ പറ്റുകയുള്ളൂ. അത് യൂത്ത് കോൺഗ്രസ്സുകാരും മുങ്ങിത്തപ്പി വാരി എടുത്തു കഴിഞ്ഞാൽ പൈസ ആരുടെ പേരിൽ വെട്ടിക്കും? പൈസ വെട്ടിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ പൊന്ന് ഭരണാധികാരികളെ, ഇത് സംസ്ഥാന സർക്കാരിന്റെ നാണക്കേടാണ്. ഈ കാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് കാണുമെങ്കിൽ
ആറ്റിങ്ങൽ നഗരസഭയുടെ മൂക്കിന് പിടിക്കണം, കുത്തിന് പിടിച്ചിട്ട് ചോദിക്കണം, സർക്കാരിനെ നാണം കെടുത്താനാണോ, തുടർഭരണ സാധ്യതയുള്ള പിണറായി സർക്കാരിന്റെ പിടിച്ച് താഴെ ഇറക്കാനാണോ, കസാര തള്ളി ചവിട്ടി താഴെ ഇടാനാണോ നീയൊക്കെ ശ്രമിക്കുന്നതെന്ന് ആറ്റിങ്ങലിലെ CPM-കാരോട് ചോദിക്കണം. ആറ്റിങ്ങലിലെ ഭരണകക്ഷിയോട് ചോദിക്കാനുള്ള സന്നദ്ധത ശ്രീ MP രാജേഷ് കാണിക്കണം. അത്രമാത്രം നെറികേടാണ് ഇപ്പോൾ കാണിച്ചു വച്ചിരിക്കുന്നത്. കൊണ്ടുപോയ മാലിന്യം തിരിച്ച് പുഴക്കരയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ഇത് ശുദ്ധ ഭോഷ്കും തെമ്മാടിത്തരമല്ലേ? ഇത് കണ്ടാൽ ആരാണ് ഒന്ന് ചോദിച്ചു പോകാത്തത്? അത്ര മാത്രമേ ഞങ്ങളും ചെയ്യുന്നുള്ളൂ.